ഓക്കെ മക്കളെ, അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ OMR ഷീറ്റ് എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓക്കെ, ഒട്ടും സമയം കളയുന്നില്ല, പെട്ടെന്ന് തന്നെ പറയാം. നിങ്ങളുടെ സമയം ഒട്ടും വേസ്റ്റ് ചെയ്യുന്നില്ല. നാളത്തെ സബ്ജക്റ്റ് ഏതാണെന്ന് എഴുതുക, മാത്തമാറ്റിക്സ്. മാത്സ് എന്നല്ല എഴുതേണ്ടത്, മാത്തമാറ്റിക്സ് എന്ന് തന്നെ എഴുതുക. സബ്ജക്ട് കോഡ് എഴുതുക, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടാവും, അത് അതുപോലെ തന്നെ എഴുതുക. ഡേ ആൻഡ് ഡേറ്റ്, നാളെ ഏത് ദിവസമാണ്? ട്യൂസ്ഡേ. പിന്നെ ഡേറ്റ് എന്താണ്? ഡേറ്റ് 17/2/26. ഓക്കെ, മീഡിയം ഓഫ് ആൻസർ ഇംഗ്ലീഷിലായിരിക്കണം. ദെൻ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ ഈ തരുമ്പോഴത്തേന് അതിൻ്റെ അകത്തൊരു കോഡ് തന്നിട്ടുണ്ടാവും. ആ കോഡ് ഇവിടെ എടുത്ത് എഴുതി വെക്കുക. ഏതാ? ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് കേട്ടോ, ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. അതെന്തായിരിക്കും? ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത് കിടപ്പുണ്ടാവും 079. അതെങ്ങനെയാണെന്നുള്ളത് അത് മാർക്ക് ചെയ്യുക. ദെൻ സെറ്റ് നമ്പർ ഏതാണ് സെറ്റ് കിട്ടിയത് അത്. ഇത് നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് ഡാർക്കൺ ചെയ്യാനായിരിക്കും ചോദിക്കുക. അത് അതുപോലെ തന്നെ ഡാർക്കൺ ചെയ്ത് വെക്കുക കേട്ടോ. ABCD എന്ന് തന്നിട്ടുണ്ടാവും, അത് ഡാർക്കൺ ചെയ്ത് മാത്രം വെച്ചാൽ മതി, ഇങ്ങനെ ആയിരിക്കില്ല. ഓക്കെ, ഇനി നമ്പർ ഓഫ് സപ്ലിമെൻ്ററി ആൻസർ ബുക്ക്ലെറ്റ്, എക്സ്ട്രാ നിങ്ങൾ എത്ര പേപ്പർ എടുത്തു, ഇത് ഏറ്റവും അവസാനം നമ്മൾ എഴുതേണ്ട ഒരു സംഭവമാണ്. 2 എണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ 2 എന്ന് എഴുതുക, 1 എടുത്തിട്ടുണ്ടെങ്കിൽ 1 എന്ന് തന്നെ എഴുതുക. ഇനി നമുക്ക് എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉണ്ടോ? നോ. പിന്നെ അതുമില്ല, നില്ലെന്ന് തന്നെ എഴുതുക കേട്ടോ. അവിടെ മാർക്കൊന്നും ചെയ്യേണ്ട, നില്ലെന്ന് എഴുതുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉണ്ടെങ്കിൽ റൈറ്റേഴ്സിനെ ഇട്ടിട്ടുണ്ടോ? ഇല്ല. ഇനി വിഷ്വലി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നോ. ഇനി നമ്മുടെ പേര് നേരെ ഇപ്പുറത്തോട്ട് വരിക. ഇവിടെ നിന്ന് ഇനി നമുക്കൊന്നും എഴുതാനില്ല. എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന ടീച്ചർ നിങ്ങളോട് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഇനി പേര് കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. അതും നമുക്ക് ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് വേണ്ടത്. ഞാൻ എൻ്റെ പേര് എഴുതി, ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നു. ഫസ്റ്റ് നെയിം മാത്രം മാർക്ക് ചെയ്യുന്നു. നിങ്ങൾ അതിനനുസരിച്ച് നാളെ ചെയ്യുമല്ലോ. ഓക്കെ, എൻ്റെ ഫസ്റ്റ് നെയിം ഞാൻ മാർക്ക് ചെയ്തു. എപ്പോഴും ശ്രദ്ധിക്കുക, ഫസ്റ്റ് നെയിം ആഡ് എഴുതിയതിന് ശേഷം ഒരു ഗ്യാപ്പ് നമ്മളവിടെ വിടേണ്ടതാണ്. ആ ഗ്യാപ്പ് അവിടെ വിട്ടതിന് ശേഷം സെക്കൻഡ് നെയിം എഴുതുക. ഓക്കെ, സെക്കൻഡും അതുപോലെ തന്നെ മാർക്ക് ചെയ്യുക. ദെൻ റോൾ നമ്പറിലേക്ക് പോവുക. റോൾ നമ്പർ പെട്ടെന്ന് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ, അതായത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ നോക്കുക. ഹോൾ ടിക്കറ്റിൽ നോക്കുമ്പോൾ റോൾ നമ്പർ കാണാം, അതവിടെ ഫില്ല് ചെയ്യുക. റോൾ നമ്പരും നമ്മുടെ പേരും ഒരിക്കലും തെറ്റിക്കരുത്, നിങ്ങളുടെ മാർക്ക് വേറെ ആർക്കെങ്കിലും പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പം റോൾ നമ്പർ ഒരിക്കലും തെറ്റിക്കരുത്, അത് താഴോട്ട് മാർക്ക് ചെയ്യുക, കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. ദെൻ സബ്ജക്റ്റ് കോഡ് ചോദിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് നാളെ വരുന്ന സബ്ജക്റ്റിൻ്റെ ആൻസർ ഷീറ്റ്, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് തരുമല്ലോ, അതിൻ്റെ ഒരു കോഡ് നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടാവും. ആ കോഡ് നിങ്ങൾക്ക് അവിടെ എഴുതാവുന്നതാണ്. ദെൻ നിങ്ങൾക്ക് സെൻറ്റർ നമ്പർ എഴുതുക. ഈ സബ്ജക്റ്റ് കോഡ് നിങ്ങൾ ആദ്യം ഒരു പ്രാവശ്യം എഴുതിയിട്ടുണ്ട്, അത് അതുപോലെ തന്നെ തിരിച്ചെഴുതിയാൽ മാത്രം മതി കേട്ടോ. പിന്നെ സെൻറ്റർ നമ്പർ, ചെറുപുഷ്പയാണ് നിങ്ങളുടെ സെൻറ്റർ. കുറച്ച് പേരുടെ ചെറുപുഷ്പയാണ്, മറ്റവരുടെ എല്ലാം അവരവർ ഏതൊക്കെയാണോ സ്കൂളെന്നുള്ളത് ആ സെൻറ്റർ നമ്പർ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ നോക്കുക, അവിടെ കിടപ്പുണ്ടാവും, അത് ഫില്ല് ചെയ്യുക. ഓക്കെ, ഫില്ല് ചെയ്തിട്ട് ഇത് ഡാർക്കൺ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇനി എങ്ങനെയും ഒരു തെറ്റ് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ടീച്ചർ നിങ്ങൾക്ക് സൈൻ ചെയ്ത് അവിടെ തരുന്നതായിരിക്കും. അവിടെ സൈൻ ചെയ്തിട്ട് ടീച്ചറിനോട് പറയുക. മാക്സിമം തെറ്റ് വരുത്താതിരിക്കാൻ നോക്കുക. ഓക്കെ, ദെൻ റോൾ നമ്പർ വീണ്ടും വേർഡ്സിൽ എഴുതാൻ പറയും. ഒരു പക്ഷേ ഇപ്പോൾ അതിൽ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ദെൻ സെൻറ്റർ നമ്പർ വീണ്ടും ചോദിക്കും, സ്കൂൾ കോഡ്, അങ്ങനെ പല സാധനങ്ങൾ അവിടെ കിടപ്പുണ്ടാവും. പിന്നെ ഫാദറിൻ്റെ പേര് എന്താണോ ഫാദറിൻ്റെ പേര് അവിടെ എഴുതുക. ബ്ലോക്ക് ലെറ്റേഴ്സിലാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ബ്ലോക്ക് ലെറ്റേഴ്സ് വരും. പിന്നെ നിങ്ങളുടെ സൈൻ ചെയ്യുക. ഓക്കെ, സ്കൂൾ കോഡ് തന്നിട്ടുണ്ടാവും. നിങ്ങളുടെ സ്കൂൾ കോഡാണ് ഇവിടെ ചോദിക്കുന്നത്. ആ സ്കൂൾ കോഡ്, നിങ്ങളുടെ സ്കൂൾ കോഡ് എന്താണോ, ഇപ്പോൾ സെൻറ്റ് മേരീസ് ആണെങ്കിൽ സെൻറ്റ് മേരീസ്, വിദ്യാധിരാജ ആണെങ്കിൽ അങ്ങനെ, നിങ്ങളുടെ സ്കൂൾ കോഡ് എന്താണെന്ന് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് കിടപ്പുണ്ടാവും, അതിനനുസരിച്ച് അത് ഫില്ല് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. താഴെ കാണുന്ന ടെൻഷൻ അടിച്ചിട്ട് താഴെ കാണുന്ന സാധനങ്ങളൊന്നും നമുക്ക് വേണ്ടാത്തതാണ്. ഇവിടെ ഒന്നും പോയിട്ട് കൈവെക്കാണ്ടിരിക്കുക. ഓക്കെ, വായിച്ച് നോക്കിയിട്ട് ശേഷം മാത്രം നിങ്ങൾക്കിത് ഫില്ല് ചെയ്യാൻ ഇത്ര സമയം തരും. ആ സമയത്തിനുള്ളിൽ മാത്രം അത് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഓൾ ദ ബെസ്റ്റ്.